നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കാണുന്നത് യാദൃച്ഛികമല്ല. ഇത് നിങ്ങളുടെ വിധിയാണ്. കാരണം അടുത്ത 15 ദിവസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് അത്യന്തം പ്രത്യേകമായ ഒരു കാലഘട്ടമാണ്. സിംഹം രാശിക്കാരെ, നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന 7 മഹാവഴിത്തിരിവുകൾ അറിയാൻ. അതിലെ അവസാനത്തെ വഴിത്തിരിവ് നിങ്ങളുടെ വിധിയെ തന്നെ എഴുതിമാറ്റും. 150 വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന ഒരു അപൂർവ ഗ്രഹയോഗമാണ് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരും വളരെ ശ്രദ്ധയോടെ അവസാനം വരെ കാണണം. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറ്റിമറിക്കും. ഗുരുപെയർച്ചി, ശനി സഞ്ചാരം, രാഹുകേതു സ്ഥാനമാറ്റം എല്ലാം ഒരുമിച്ച് സംഭവിക്കുമ്പോൾ എന്തു സംഭവിക്കും എന്ന് നിങ്ങൾക്കറിയാമോ? സിംഹം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു മഹാവിപ്ലവം തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇത് ഒരു സാധാരണ കാലഘട്ടമല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പവിത്രവും ശക്തവുമായ ഒരു സമയമാണ്. ഗ്രഹങ്ങളുടെ ദിശാപതനം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ 3 വലിയ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു. ഓരോന്നും മറ്റൊന്നിനേക്കാൾ ശക്തം, ഓരോന്നും മറ്റൊന്നിനേക്കാൾ നിഗൂഢം. ആദ്യത്തെ വഴിത്തിരിവ് നിങ്ങളുടെ തൊഴിൽ രംഗത്താണ്. നിങ്ങൾ ഇതുവരെ സ്വപ്നം കണ്ടിരുന്ന ആ സ്ഥാനം, ആ അംഗീകാരം, ആ ഉയർച്ച എല്ലാം ഇപ്പോൾ വന്നെത്താൻ പോകുകയാണ്. പക്ഷേ ശ്രദ്ധിക്കുക, ഇത് എളുപ്പത്തിൽ വരുന്നതല്ല. നിങ്ങൾ അനുഭവിച്ച ഓരോ വേദനയും, ഓരോ പരാജയവും, ഓരോ കണ്ണീരും അതെല്ലാം ഇപ്പോൾ ഒരു വലിയ വിജയമായി മാറാൻ പോകുകയാണ്. ഗുരുഭഗവാൻ നിങ്ങളുടെ 10ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ കരിയറിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റവും ദൈവികമായിരിക്കും. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ അവസരം നിങ്ങളുടെ വാതിൽപ്പടിയിൽ എത്തും. ഈ അവസരം 3 രൂപത്തിൽ വരാം. ഒന്നാമതായി, നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പ്രൊമോഷൻ. രണ്ടാമതായി, പുതിയ ഒരു സ്ഥാപനത്തിൽ നിന്നുള്ള വിളി. മൂന്നാമതായി, സ്വന്തമായി എന്തെങ്കിലും ആരംഭിക്കാനുള്ള അവസരം. ഏതായാലും ഈ മാറ്റം വളരെ വലുതായിരിക്കും. നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും. നിങ്ങളുടെ പ്രശസ്തി 10 മടങ്ങ് വർദ്ധിക്കും. നിങ്ങളെ കളിയാക്കിയവർ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. നിങ്ങളെ തള്ളിക്കളഞ്ഞവർ നിങ്ങളെ തേടിവരും. ഇതാണ് ശനിഭഗവാന്റെ നീതി. പക്ഷേ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ശനിദേവൻ നിങ്ങളുടെ 7ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ചില വെല്ലുവിളികൾ ഉണ്ടാകും. നിങ്ങളുടെ എതിരാളികൾ സജീവമാകും. നിങ്ങളുടെ എതിർപ്പുകാർ ശക്തരാകും. പക്ഷേ ഭയപ്പെടേണ്ട. കാരണം നിങ്ങളുടെ കൂടെ ദൈവം തന്നെയുണ്ട്. രാഹുദേവൻ നിങ്ങളുടെ 2ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പണം വരും. അപ്രതീക്ഷിതമായി സമ്പത്ത് കൈവരും. പക്ഷേ അത് സൂക്ഷിക്കണം. അഹങ്കാരം വരരുത്, അലസത വരരുത്, അശ്രദ്ധ വരരുത്. ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്രധാന തീരുമാനം എടുക്കേണ്ടിവരും. ഈ തീരുമാനം നിങ്ങളുടെ അടുത്ത 5 വർഷത്തെ സ്വാധീനിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ചിന്തിച്ച് തീരുമാനിക്കണം. നിങ്ങളുടെ ഹൃദയം പറയുന്നത് കേൾക്കണം. നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ശബ്ദം ശ്രദ്ധിക്കണം. കാരണം ഗുരുദേവൻ നിങ്ങളെ നയിക്കും. ഈശ്വരൻ നിങ്ങൾക്ക് വഴികാട്ടും. നിങ്ങളുടെ അകത്തെ ശക്തി ഇപ്പോൾ ഉണർന്നുവരികയാണ്. നിങ്ങളുടെ മറഞ്ഞിരുന്ന കഴിവുകൾ പുറത്തുവരികയാണ്. ലോകത്തിനു മുന്നിൽ നിങ്ങളുടെ യഥാർത്ഥ മുഖം കാണിക്കാനുള്ള സമയമായി. ഈ ആദ്യ വഴിത്തിരിവിൽ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇതുവരെ ഒഴിവാക്കിയിരുന്ന ചില ആളുകളുമായി സംസാരിക്കണം. നിങ്ങൾ മറന്നുപോയ ചില ബന്ധങ്ങൾ പുതുക്കണം. കാരണം ആ ബന്ധങ്ങളിൽ നിന്നാണ് നിങ്ങളുടെ വലിയ അവസരം വരാൻ പോകുന്നത്. പഴയ സഹപ്രവർത്തകർ, പഴയ സുഹൃത്തുക്കൾ, പഴയ ഗുരുക്കന്മാർ, അവരെ സമീപിക്കുക. അവരോട് സംസാരിക്കുക. അവരുടെ അനുഗ്രഹം വാങ്ങുക. കാരണം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന വിജയം അവരുടെ അനുഗ്രഹത്തിലൂടെയാണ് വരുന്നത്. കേട്ടോ സിംഹം രാശിക്കാരെ, അടുത്ത 10 ദിവസങ്ങൾക്കുള്ളിൽ ഒരു വലിയ യോഗം നിങ്ങളുടെ ജാതകത്തിൽ രൂപപ്പെടും. ബുധൻ നിങ്ങളുടെ 5ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബുദ്ധിപരമായ കഴിവുകൾ വർദ്ധിക്കും. പഠനത്തിൽ വിജയം, പരീക്ഷകളിൽ വിജയം, മത്സരങ്ങളിൽ വിജയം എല്ലാം വന്നുചേരും. നിങ്ങൾ വിദ്യാർത്ഥിയാണെങ്കിൽ വളരെ നല്ല ഫലം. നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. നല്ല റാങ്ക് കിട്ടും. നിങ്ങളുടെ കഴിവ് എല്ലാവരും തിരിച്ചറിയും. നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാം, സർട്ടിഫിക്കറ്റ് കിട്ടാം, അവാർഡ് കിട്ടാം. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. 2ാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ശുക്രൻ നിങ്ങളുടെ 6ാം ഭാവത്തിൽ പ്രവേശിക്കും. ഇത് വളരെ ശക്തമായ ഒരു സമയമാണ്. നിങ്ങളുടെ ശത്രുക്കൾ തോൽക്കും. നിങ്ങളുടെ എതിരാളികൾ പരാജയപ്പെടും. നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചിരുന്നവർ ക്ഷമ ചോദിക്കും. നിങ്ങളെ ഉപദ്രവിച്ചവർ സങ്കടപ്പെടും.
ഇത് സത്യമാണ്. 100% നടക്കും. കാരണം ഇത് കർമ്മഫലമാണ്. നീതിദേവതയുടെ വിധിയാണ്. ദൈവത്തിന്റെ തീരുമാനമാണ്. പക്ഷേ ഈ സമയത്ത് പ്രതികാര ചിന്തകൾ വരരുത്. ക്രൂരത വരരുത്. കഠിനത വരരുത്. നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾ മറക്കണം. നിങ്ങൾ മുന്നോട്ടു പോകണം. കാരണം കർമ്മം അതിന്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പ്രതികാരം ചെയ്യേണ്ട ആവശ്യമില്ല. ദൈവം നോക്കിക്കൊള്ളും. പ്രകൃതി നോക്കിക്കൊള്ളും. സമയം നോക്കിക്കൊള്ളും. നിങ്ങൾ വെറും സാക്ഷിയായിരിക്കുക. നിരീക്ഷകനായിരിക്കുക. സമാധാനത്തിലായിരിക്കുക. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ സ്വപ്നങ്ങളിൽ പ്രത്യേക സന്ദേശങ്ങൾ കിട്ടും. മരിച്ചുപോയ ബന്ധുക്കൾ വരാം. ദേവതകൾ പ്രത്യക്ഷപ്പെടാം. മന്ത്രങ്ങൾ കേൾക്കാം. ഈ എല്ലാം അടയാളങ്ങളാണ്, സൂചനകളാണ്, മുന്നറിയിപ്പുകളാണ്. നിങ്ങൾ അവ ഗൗരവമായി എടുക്കണം. നിങ്ങൾ അവ എഴുതിവെക്കണം. നിങ്ങൾ അവയെക്കുറിച്ച് ചിന്തിക്കണം. കാരണം അവയിൽ നിങ്ങളുടെ ഭാവിയുടെ താക്കോൽ മറഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ വഴിത്തിരിവ് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലാണ്. ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചതിലും വലുതായിരിക്കും. ഗുരുഗ്രഹം നിങ്ങളുടെ ധനസ്ഥാനത്തേക്ക് നോക്കുമ്പോൾ സമ്പത്ത് പെരുകും. പണം വരും. ആസ്തി വർദ്ധിക്കും. ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് കൂടും. അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ 3 പ്രധാന സാമ്പത്തിക അവസരങ്ങൾ വരും. ആദ്യത്തേത് പഴയ കടം തിരികെ കിട്ടും. രണ്ടാമത്തേത് പുതിയ വരുമാന മാർഗം കണ്ടെത്തും. മൂന്നാമത്തേത് നിക്ഷേപത്തിൽ നല്ല ലാഭം കിട്ടും. പക്ഷേ സൂക്ഷിക്കണം. രാഹുദേവൻ പണത്തിന്റെ സ്ഥാനത്തുള്ളപ്പോൾ പെട്ടെന്നുള്ള സമ്പത്തും പെട്ടെന്നുള്ള നഷ്ടവും ഉണ്ടാകാം. അതുകൊണ്ട് ചിലവുകൾ നിയന്ത്രിക്കണം. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കണം. ആഡംബര വസ്തുക്കൾ വാങ്ങാൻ തിരക്കരുത്. പകരം സമ്പാദ്യം വർദ്ധിപ്പിക്കണം. നിക്ഷേപം കൂട്ടണം. ഭാവിക്കായി പണം സൂക്ഷിക്കണം. കാരണം അടുത്ത 6 മാസങ്ങൾക്ക് ശേഷം ഒരു വലിയ പദ്ധതിക്ക് പണം ആവശ്യമാകും. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പദ്ധതിയായിരിക്കും. ഈ സമയത്ത് ബിസിനസ് സാധ്യതകൾ വളരെ കൂടുതലാണ്. നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിരുന്ന ആ ബിസിനസ് ഐഡിയ, അത് ഇപ്പോൾ നടപ്പിലാക്കാനുള്ള സമയമായി. ഗ്രഹങ്ങളുടെ സംയോജനം അനുകൂലമാണ്. സമയം ശരിയാണ്. അന്തരീക്ഷം നല്ലതാണ്. പക്ഷേ തനിയെ ആരംഭിക്കരുത്. ഒരു പങ്കാളിയെ കണ്ടെത്തുക. അനുഭവമുള്ള ആരെയെങ്കിലും കൂടെ കൂട്ടുക. കാരണം ശനിദേവൻ പങ്കാളിത്തത്തെ അനുകൂലിക്കുന്നു. സഹകരണത്തെ പിന്തുണയ്ക്കുന്നു. ഐക്യത്തെ ആശീർവദിക്കുന്നു. അടുത്ത ഘട്ടത്തിൽ ഒരു പ്രത്യേക സംഭവം നടക്കും. ഒരു പഴയ കരാർ പുതുക്കപ്പെടും. ഒരു പഴയ പദ്ധതി വീണ്ടും സജീവമാകും. ഒരു മറന്നുപോയ നിക്ഷേപം പലിശയോടെ വരും. ഇതെല്ലാം കേട്ടിട്ട് അപ്രതീക്ഷിതമായി തോന്നുമെങ്കിലും ഇത് സംഭവിക്കും. 100% സംഭവിക്കും. കാരണം ഗ്രഹചക്രം അതിനനുസരിച്ച് നീങ്ങുന്നു. കർമ്മഫലം പാകമാകുന്നു. നിങ്ങളുടെ നല്ല കർമ്മങ്ങൾ ഫലം തരാൻ തുടങ്ങിയിരിക്കുന്നു. മൂന്നാമത്തെ വഴിത്തിരിവ് പ്രണയത്തിലാണ്. ഹൃദയത്തിലാണ്. വികാരങ്ങളിലാണ്. ശുക്രഗ്രഹം നിങ്ങളുടെ ജാതകത്തിൽ പ്രത്യേകമായി പ്രവർത്തിക്കുമ്പോൾ പ്രണയത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ അവിവാഹിതനാണെങ്കിൽ ഒരു വലിയ സർപ്രൈസ് വരാൻ പോകുന്നു. അടുത്ത 15 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ കാണാൻ പോകുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനം പിടിക്കും. ഇത് പ്രണയമാകാം, സൗഹൃദമാകാം, ആത്മബന്ധമാകാം. എന്തായാലും വളരെ ആഴമുള്ള ബന്ധമായിരിക്കും. ഈ ബന്ധം നിങ്ങളെ മാറ്റിമറിക്കും. നിങ്ങളുടെ ചിന്താഗതി മാറും. നിങ്ങളുടെ കാഴ്ചപ്പാട് മാറും. നിങ്ങളുടെ ജീവിതശൈലി മാറും. പക്ഷേ നല്ല രീതിയിൽ മാത്രം. പോസിറ്റീവ് ആയ രീതിയിൽ മാത്രം. ആരോഗ്യകരമായ രീതിയിൽ മാത്രം. കാരണം ഈ ബന്ധം ദൈവം അയച്ചു തരുന്നതാണ്. പ്രപഞ്ചം സജ്ജീകരിക്കുന്നതാണ്. വിധി എഴുതിവെച്ചതാണ്. നിങ്ങൾ ഇതിനെ എതിർക്കരുത്. നിങ്ങൾ ഇതിനെ സംശയിക്കരുത്. നിങ്ങൾ ഇതിനെ സ്വീകരിക്കണം. സ്നേഹിക്കണം. പരിപാലിക്കണം. നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പുതിയ മാധുര്യം വരും. പഴയ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. തെറ്റിദ്ധാരണകൾ മാറും. കലഹങ്ങൾ അവസാനിക്കും. പുതിയ ധാരണകൾ ഉണ്ടാകും. പുതിയ സ്നേഹം വിരിയും. പുതിയ സന്തോഷം നിറയും. നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ശക്തമാകും. കൂടുതൽ ആഴമാകും. കൂടുതൽ വിശ്വാസയോഗ്യമാകും. അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിൽ ഒരു റൊമാന്റിക് സംഭവം നടക്കും. ഒരു അപ്രതീക്ഷിത സമ്മാനം കിട്ടും. ഒരു മറന്നുപോയ വാഗ്ദാനം നിറവേറും. പ്രണയത്തിൽ പ്രത്യേകിച്ചും ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ മടിക്കരുത്. നിങ്ങളുടെ സ്നേഹം പറയാൻ ഭയപ്പെടരുത്. നിങ്ങളുടെ ഹൃദയം തുറക്കാൻ സംശയിക്കരുത്. കാരണം ഇപ്പോൾ സമയം അനുകൂലമാണ്. ശുക്രൻ അനുഗ്രഹിക്കുന്നു.
പ്രേമദേവത അനുകമ്പ കാണിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് മാന്ത്രിക ശക്തി ഉണ്ടാകും. നിങ്ങളുടെ ആംഗ്യങ്ങൾക്ക് ദൈവിക സന്ദേശം ഉണ്ടാകും. നിങ്ങളുടെ സാന്നിധ്യം സ്നേഹമയമാകും. അടുത്ത 10 ദിവസങ്ങൾക്കുള്ളിൽ കുടുംബത്തിൽ നിന്ന് ഒരു സന്തോഷവാർത്ത കേൾക്കാം. വിവാഹ ചർച്ചകൾ മുന്നോട്ടു പോകും. വിവാഹ തീയതി നിശ്ചയിക്കപ്പെടും. വിവാഹ തയ്യാറെടുപ്പുകൾ ആരംഭിക്കും. ഇതെല്ലാം വളരെ സന്തോഷകരമായ അനുഭവങ്ങളായിരിക്കും. നിങ്ങളുടെ ഹൃദയം നിറയും. നിങ്ങളുടെ കണ്ണുകൾ നനയും. നിങ്ങളുടെ മുഖത്ത് പുഞ്ചിരി വിരിയും. കാരണം ഇതാണ് നിങ്ങൾ കാത്തിരുന്നത്. ഇതാണ് നിങ്ങൾ പ്രാർത്ഥിച്ചത്. ഇതാണ് നിങ്ങൾ സ്വപ്നം കണ്ടത്. എന്നാൽ ഈ ഘട്ടത്തിൽ ചില വെല്ലുവിളികളും വരും. കുടുംബത്തിൽ നിന്ന് ചില എതിർപ്പുകൾ ഉണ്ടാകാം. സമൂഹത്തിൽ നിന്ന് ചില വിമർശനങ്ങൾ വരാം. സുഹൃത്തുക്കളിൽ നിന്ന് ചില നെഗറ്റീവ് അഭിപ്രായങ്ങൾ കേൾക്കാം. പക്ഷേ നിങ്ങൾ ശക്തരായിരിക്കണം. ധൈര്യശാലികളായിരിക്കണം. വിശ്വാസികളായിരിക്കണം. കാരണം നിങ്ങളുടെ തീരുമാനം ശരിയാണ്. നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് ഉചിതമാണ്. നിങ്ങളുടെ വഴി വ്യക്തമാണ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നിങ്ങൾ നിങ്ങളുടെ ഹൃദയം പിന്തുടരണം. നിങ്ങളുടെ സ്വപ്നം പിന്തുടരണം. നിങ്ങളുടെ സന്തോഷം പിന്തുടരണം. 4ാമത്തെ വഴിത്തിരിവ് കുടുംബബന്ധങ്ങളിലാണ്. ചന്ദ്രഗ്രഹം നിങ്ങളുടെ 4ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ വീടിന്റെ അന്തരീക്ഷം മാറും. കുടുംബത്തിലെ ശാന്തി വർദ്ധിക്കും. മാതാപിതാക്കളുമായുള്ള ബന്ധം ശക്തമാകും. സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടും. അടുത്ത 12 ദിവസങ്ങൾക്കുള്ളിൽ വീട്ടിൽ ഒരു പ്രത്യേക ആഘോഷം ഉണ്ടാകും. ഒരു പൂജ നടക്കും. ഒരു ആചാരം ചെയ്യപ്പെടും. ഒരു ചടങ്ങ് സംഘടിപ്പിക്കപ്പെടും. ഇതെല്ലാം നിങ്ങളുടെ കുടുംബത്തിന് വളരെ നല്ലതായിരിക്കും. 5ാമത്തെ വഴിത്തിരിവ് ആരോഗ്യരംഗത്താണ്. സൂര്യഗ്രഹം നിങ്ങളുടെ ജാതകത്തിൽ ശക്തമായി നിൽക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പുതിയ ഊർജ്ജം വരും. പുതിയ ചൈതന്യം വരും. പുതിയ തേജസ് വരും. പഴയ രോഗങ്ങൾ സുഖപ്പെടും. പഴയ വേദനകൾ മാറും. പഴയ അസ്വസ്ഥതകൾ ഇല്ലാതാകും. അടുത്ത 25 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് വളരെ നല്ല ആരോഗ്യം അനുഭവപ്പെടും. ഒരു പുതിയ വ്യായാമ മുറ തുടങ്ങാം. ഒരു പുതിയ ഭക്ഷണശീലം സ്വീകരിക്കാം. ഒരു പുതിയ യോഗ പരിശീലനം നടത്താം. വിദേശ സാധ്യതകളെക്കുറിച്ച് പ്രത്യേകം പറയണം. രാഹുദേവൻ നിങ്ങളുടെ ജാതകത്തിൽ വിദേശയാത്രയെ സൂചിപ്പിക്കുമ്പോൾ അടുത്ത മാസങ്ങളിൽ വിദേശത്ത് പോകാനുള്ള അവസരം ലഭിക്കും. ജോലിക്ക് വിളി വരാം. പഠനത്തിന് സ്കോളർഷിപ്പ് കിട്ടാം. ബിസിനസ്സിന് സാധ്യത വരാം. വിസ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. പാസ്പോർട്ട് പ്രശ്നങ്ങൾ തീരും. ടിക്കറ്റ് ബുക്കിംഗ് സാധ്യമാകും. അടുത്ത 25 ദിവസങ്ങൾക്കുള്ളിൽ ഒരു പ്രധാന വിദേശ സംബന്ധമായ വാർത്ത കേൾക്കാം. 6ാമത്തെ വഴിത്തിരിവ് നിങ്ങളുടെ ആത്മീയ ഉണർവിലാണ്. ആത്മീയ വളർച്ചയിലാണ്. ആത്മീയ പരിണാമത്തിലാണ്. കേതുദേവൻ നിങ്ങളുടെ ജാതകത്തിൽ ശക്തമായി പ്രവർത്തിക്കുമ്പോൾ ആത്മീയ ആകർഷണം വർദ്ധിക്കും. ദൈവത്തോടുള്ള ബന്ധം ആഴമാകും. പ്രാർത്ഥനയോടുള്ള താൽപര്യം കൂടും. അടുത്ത 10 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഒരു പവിത്രമായ സ്വപ്നം വരും. ഒരു ദിവ്യമായ ദർശനം കിട്ടും. ഒരു അത്ഭുതകരമായ അനുഭവം ഉണ്ടാകും. വിദ്യാർത്ഥികളെ, പ്രത്യേകിച്ചും നിങ്ങൾക്ക് ഈ കാലഘട്ടം വളരെ നല്ലതാണ്. ബുധഗ്രഹം അനുകൂലമാണ്. ഗുരുഗ്രഹം അനുഗ്രഹിക്കുന്നു. സരസ്വതീദേവി കാരുണ്യം കാണിക്കുന്നു. നിങ്ങളുടെ മെമ്മറി ശക്തി വർദ്ധിക്കും. നിങ്ങളുടെ ഏകാഗ്രത കൂടും. നിങ്ങളുടെ പഠന കഴിവ് മെച്ചപ്പെടും. പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ എളുപ്പത്തിൽ ഗ്രഹിക്കാൻ പറ്റും. സങ്കീർണമായ പ്രശ്നങ്ങൾ ലളിതമായി പരിഹരിക്കാൻ പറ്റും. ഇനി വരുന്നു 7ാമത്തെ വഴിത്തിരിവ്. ഏറ്റവും പ്രധാനപ്പെട്ടതും ശക്തവുമായ വഴിത്തിരിവ്. നിങ്ങളുടെ വിധി തന്നെ എഴുതിമാറ്റാൻ പോകുന്ന വഴിത്തിരിവ്. ഇത് സംഭവിക്കാൻ പോകുന്നത് അടുത്ത 30 ദിവസങ്ങൾക്കുള്ളിലാണ്. ഏതു ദിവസം എന്നത് നിങ്ങളുടെ ജാതകമനുസരിച്ച് വ്യത്യാസപ്പെടും. പക്ഷേ അത് തീർച്ചയായും സംഭവിക്കും. 100% സംഭവിക്കും. ഒരു സംശയവുമില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഇതുവരെ അനുഭവിച്ച എല്ലാ വേദനകളും, എല്ലാ കഷ്ടപ്പാടുകളും, എല്ലാ പരാജയങ്ങളും, അതെല്ലാം ഇപ്പോൾ അവസാനിക്കാൻ പോകുന്നു. നിങ്ങളുടെ കണ്ണീർ ഉണങ്ങാൻ പോകുന്നു. നിങ്ങളുടെ സങ്കടം മാറാൻ പോകുന്നു. നിങ്ങളുടെ വേദന ഇല്ലാതാകാൻ പോകുന്നു. കാരണം ഇപ്പോൾ നിങ്ങളുടെ സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ യുഗമാണ്. ഇപ്പോൾ നിങ്ങളുടെ കാലമാണ്. ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. പ്രപഞ്ചം നിങ്ങൾക്കൊപ്പമുണ്ട്. പ്രകൃതി നിങ്ങൾക്ക് അനുകൂലമാണ്. നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങുക. നിങ്ങളുടെ ഗുരുവിന്റെ ആശീർവാദം വാങ്ങുക. നിങ്ങളുടെ ഇഷ്ടദേവതയുടെ കൃപ വാങ്ങുക. എന്നിട്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നടക്കുക. ധൈര്യത്തോടെ മുന്നോട്ട് പോകുക. വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക. വിജയം നിങ്ങളുടേതാണ്. വിജയം ഉറപ്പാണ്. വിജയം കാത്തിരിക്കുന്നു. നിങ്ങൾ വിജയിക്കും. നിങ്ങൾ ഉയരും. നിങ്ങൾ തിളങ്ങും. നിങ്ങൾ തിളങ്ങി.